ലാത്തി കൊണ്ടുള്ള പോലീസിന്റെ ശക്തമായ അടിയിൽ കാലിലെന്തോ തരിപ്പ് പോലെ തോന്നി. ആ തരിപ്പ് ദേഹമാസകലം പടർന്നു കയറി. പിന്നീട് സംഭവിച്ചതൊന്നും പറയാൻ പറ്റാത്ത ദുഃഖം. ഇപ്പോൾ എന്റെ ഇടത് കാലെന്ന് പറഞ്ഞ് വാക്കുകൾ മുഴുമിപ്പിക്കാൻ പറ്റാതെ മുറിഞ്ഞു പോവുകയാണ് PV സുരേഷൻ. എല്ലാം ഒരു ദീർഘനിശ്വാസത്തിൽ ഒതുക്കി. മംഗളൂരു റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ പോലീസിന്റെ ക്രൂരമർദ്ദനത്തിനിരയായ റിട്ടയർഡ് വ്യോമസേനാ ഉദ്യോഗസ്ഥൻ നീലേശ്വരത്തെ PV സുരേഷിന് നഷ്ടമായത് തന്റെ ഇടത് കാലാണ്. വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ ഫെബ്രുവരി 1 മംഗളൂരുവിലെ മിലിറ്ററി ക്യാന്റീനിലേക്ക് പോയതായിരുന്നു അങ്കക്കളരി അർച്ചനയിലെ PV സുരേഷൻ. 10:30 റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ട് സ്റ്റേഷനിലെ ബെഞ്ചിൽ കിടന്നു. അപ്പോഴാണ് ഒരു പോലീസുകാരൻ ഇവിടെ കിടക്കാൻ പാടില്ലെന്ന് പറഞ്ഞത്. എന്നാൽ വയ്യാത്തതിനാൽ അവിടെ തന്നെ കിടന്ന സുരേഷൻ ഉറങ്ങിപ്പോയി. വീണ്ടും വന്ന പോലീസുകാരൻ ഉറങ്ങിക്കിടന്ന സുരേഷിന്റെ കാൽപാദത്തിൽ ലാത്തി കൊണ്ട് മാരകമായി അടിച്ചതായി പറയുന്നു. ബോധം പോയ സുരേഷിന് രാത്രി 8:30യോടെയാണ് ബോധം തെളിഞ്ഞത്. മകൾ ഹൃദ്യയെ ഫോണിൽ വിളിച്ച് സുഖമില്ലാതെ കിടക്കുകയാണെന്ന് അറിയിച്ചു. ഹൃദ്യ ഉടൻ മംഗളൂരു റെയിൽവേ സ്റ്റേഷനിലും പോലീസിലും വിവരം അറിയിച്ചു. അന്വേഷണത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ അവശനിലയിൽ കണ്ടെത്തിയ സുരേഷിനെ പോലീസ് ആശുപത്രിയിലാക്കി. പിന്നാലെ കുടുംബമെത്തി നാട്ടിലേക്ക് കൊണ്ടുപോയി. കാലിൽ നീരുണ്ടായതിനാൽ നീലേശ്വരത്തെ ആശുപത്രിയിൽ കാണിച്ചു. കാലിലെ പരുക്ക് മാരകമാണെന്നും ഉടൻ വിദഗ്ധ ചികിത്സ വേണമെന്നും പരിശോധിച്ച ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നു. അപ്പോഴാണ് പോലീസ് മർദ്ദിച്ച കാര്യം സുരേഷൻ പറഞ്ഞത്. ഉടൻ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. മർദ്ദനത്തിൽ വൃക്കയ്ക്കും തകരാർ സംഭവിച്ചതായി പരിശോധനയിൽ കണ്ടെത്തി. ഇടതുകാൽ മുറിച്ചു മാറ്റുകയല്ലാതെ മറ്റു വഴിയില്ലെന്നും ഡോക്ടർമാർ അറിയിച്ചു. അതുകൊണ്ട് തന്നെ അടിയന്തര ശസ്ത്രക്രിയ നടത്തി കാൽ മുറിച്ചു മാറ്റി. വൃക്കയുടെ പ്രവർത്തനം നേരെയാക്കാൻ ഡയാലിസിസും വേണ്ടിവന്നു. തുടർന്ന് ഹൃദ്യ മംഗളൂരു പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസ് 3 തവണ ആശുപത്രിയിലെത്തി വിവരങ്ങൾ തിരക്കി മടങ്ങിയതല്ലാതെ തുടർ നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് കുടുംബം പറയുന്നു. അതേസമയം സുരേഷിനെ മർദ്ദിച്ചിട്ടില്ലെന്ന് മംഗളൂരു റെയിൽവേ സംരക്ഷണ സേന അറിയിച്ചു. CCTV ദൃശ്യങ്ങളിൽ മർദ്ദിച്ചതായി കാണുന്നില്ല. രാവിലെ 10:39 ഇയാൾ ഒരു പ്രശ്നവുമില്ലാതെ പ്ലാറ്റ്ഫോമിൽ നിന്ന് നടന്ന് പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ടെന്നും RPF പറയുന്നു.